വ്യവസ്ഥകളെ ഒഴിവാക്കലല്ല തവക്കുൽ. വ്യവസ്ഥകളെ ഉപയോഗിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, ചികിത്സിക്കുക തുടങ്ങിയ വഴികൾ ഉപയോഗിക്കുക എന്ന ആശ്രയം പടച്ച റബ്ബാവുക. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും ഒരാളെ പരമാവധി ആശ്രയിക്കാതിരിക്കാനല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? തവക്കുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിയായ അഹ്ലുസുന്ന പറഞ്ഞ നിലപാടല്ല അദ്ദേഹം സ്വീകരിച്ചത്. അഹ്ലുസുന്ന സ്വീകരിച്ച തവക്കുല് എന്നത് അസ്ബാബുകൾ പ്രാവർത്തികമാക്കുകയും അതിനപ്പുറമുള്ളത് റബ്ബിൽ ഏൽപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. സൃഷ്ടിയോട് പരമാവധി ചോദിക്കാതിരിക്കുക, അതല്ലേ ഇസ്ലാമിൻ്റെ അസ്ല്. അതേസമയം സൃഷ്ടികളുമായുള്ള ബന്ധങ്ങളെല്ലാം ഒഴിവാക്കി സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്ന സൂഫി തൗഹീദ്, അതാണ് അദ്ദേഹം പ്രബോധനം ചെയ്ത തൗഹീദ്. സൃഷ്ടിയോട് പരമാവധി ചോദിക്കാതിരിക്കുക, അതല്ലേ ഇസ്ലാമിൻ്റെ അസ്ല്. ഈ പ്രാർത്ഥന പോട്ടെ, അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും ഒരാളെ പരമാവധി ആശ്രയിക്കാതിരിക്കാനല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? ജൂതന്മാർ പടച്ചുവിട്ട ഷിയായിസവും ആ ഷിയാക്കളിൽ നിന്ന് പിന്നീട് ആശയം ഉൾക്കൊണ്ട് കടന്നു വന്ന പിഴച്ച വിശ്വാസ ആദർശങ്ങളുടെ സമാഹാരവുമാണ് ത്വരീഖത്ത് പ്രസ്ഥാനങ്ങൾ, സൂഫി മാർഗം എന്നത് ഇവിടെ വിശദീകരിക്കപ്പെടുകയുണ്ടായി. യാചന എന്തേ ഇത്രമേൽ ആക്ഷേപിക്കപ്പെട്ടത്? യാചന ആക്ഷേപിക്കപ്പെട്ടു. യാചന ആരംഭിച്ചാൽ ദാരിദ്ര്യം ആരംഭിക്കുമെന്നാണല്ലോ ഹദീസിൽ പഠിപ്പിച്ചത്. നബി തങ്ങൾ സത്യം ചെയ്തു പറഞ്ഞു, മാ ഫതഹ അബ്ദുൻ ബാബ മസ്അല ഇല്ലാ ഫതഹ അല്ലാഹു അലൈഹി ബാബ ഫഖർ. ഇമാം ഇബ്നു മാജ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ്. ഒരു അടിമ യാചന കവാടം എന്ന് തുറന്നു വെക്കുന്നുവോ അന്ന് ദാരിദ്ര്യ കവാടം അള്ളാഹുവിനെ തുറക്കാതിരിക്കുകയില്ല എന്ന്. എന്തുകൊണ്ട്? എല്ലാ കാര്യത്തിലും അല്ലാഹു തആല സബബ് നിശ്ചയിച്ചിട്ടുണ്ട്. എല്ലാത്തിനും സബബുണ്ട്. ആ സബബിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് അതൊക്കെ. ആ സബബുമായി ബന്ധപ്പെടണം. അവിടെ അള്ളാഹു ചോദിച്ചാൽ ഓൻ കാഫിറായി പോകും. പഠിച്ചോനെ എനിക്കൊരു പാക്കറ്റ് പാരസിറ്റമോൾ വേണം എന്ന് റബ്ബിനോട് പറയാൻ പറ്റുമോ? പറ്റൂതല്ലോ. ആ കാഫിറാവും. അള്ളാഹിനെ പരിഹസിക്കലാണ്. ആ സബബിന്റെ അടിസ്ഥാനത്തിൽ അല്ല റബ്ബ് ചെയ്യുന്നത്. റബ്ബ് ചെയ്യുന്ന സബബിന് അപ്പുറത്താണ്. അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ പോലും ഒരാളെ പരമാവധി ആശ്രയിക്കാതിരിക്കാനല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അദ്ദേഹം ധാരാളമായി ഉപദേശിച്ച ഉപദേശങ്ങളിൽ കാണാം, ലാ തസ്കുവന്ന ഫീ ഹാലത്തിൽ ബനിയ ഇലാ അഹദിൻ മിൻ ഖൽഖില്ല. പ്രയാസഘട്ടങ്ങളിൽ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഒരാളോടും നീ പരാതി പോലും പറയാൻ പാടില്ല എന്നാണ്. അത് സൂഫി തൗഹീദാണ്. എന്തേ യാചന ഇത്ര ആക്ഷേപകരമായത്? സ്വഹാബിമാരുടെ ചെയ്തികളിൽ കാണാം, ചില സ്വഹാബിമാർ വാഹനപ്പുറത്ത് സഞ്ചരിക്കുമ്പോൾ, ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും പോകുമ്പോൾ തൻ്റെ കയ്യിലെ വടി താഴെ വീണാൽ താഴെ നിൽക്കുന്ന ഒരാളോട് ആ വടി ഒന്ന് എടുക്കുമോ എന്ന് പോലും ചോദിക്കാറില്ല. അവർ ഇറങ്ങി വടിയെടുത്ത് രണ്ടാമത് കയറി അവർ യാത്ര തുടരും. സൃഷ്ടികളുമായ എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളയുക, അസ്ബാബുകളെപ്പോലും ഉപയോഗിക്കാതിരിക്കുക, ശിക്കായത്ത് പരാതി പോലും പറയാതിരിക്കുക എന്ന തസൗഫിൻ്റെ തലത്തിൽ പോകുന്ന തൗഹീദാണ് അദ്ദേഹം പരിചയപ്പെടുത്തിയ തൗഹീദ്. അത്ര വരെ ഒരാളെയും ആശ്രയിക്കാതിരിക്കുക, ഒരാളോടും ചോദിക്കാതിരിക്കുക എന്നത് നയമായി സ്വീകരിച്ചവരാണ് സ്വഹാബിമാർ. പാടില്ലാഞ്ഞിട്ടല്ല, അത് തെറ്റായിട്ടല്ല, ഹറാമായിട്ടല്ല. എന്നാലും വേണ്ട, സൃഷ്ടികൾ ആശ്രയിക്കേണ്ടതില്ല, സൃഷ്ടികളോട് ചോദിക്കേണ്ടതില്ല.